Good morning to all. I am Dr. C.R. Prashant. Welcome all of you to the next section of the crash program, Oscillations. In this chapter, we will discuss questions and discuss it. A question is related to theory portions and discuss it. Another question: a particle executes simple harmonic motion with amplitude 0.2 meter and time period 24 seconds. The time required for it to move from mean position to a point 0.1 meter from the mean position is. For question amplitude 0.2 meter, amplitude 0.2, time period 24 seconds. So time to move from mean position to 0.1 meter from the mean position. The mean position is mean position is 0.1 meter travel time. Displacement y equal to a sin omega t. Mean position is time period y equal to a sin omega t apply y എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എത്രയാണ് 0.1 ആണ്. mean position നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് y ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ ഇതാണ് mean position, ഈ ഡിസ്റ്റൻസ് ആണ് y. അപ്പോൾ y എന്നുള്ളതാണ് 0.1 തന്നിരിക്കുന്നത്. അപ്പോൾ y യുടെ സ്ഥാനത്ത് 0.1 എന്ന് കൊടുക്കണം. ആംപ്ലിറ്റ്യൂഡ് a 0.2 sin omega t. ഇത് ക്യാൻസൽ ആയി പോകുമ്പോൾ 1/2 ഈക്വൽ ടു sin omega t. omega t is equal to sin inverse 1/2 എന്ന് വരും. sin inverse 1/2 pi/6 omega 2 pi by t into t pi by 6 2 pi by t capital T എന്ന് പറയുന്നത് 24 ആണ് into t equal to pi by 6. ഇത് ക്യാൻസൽ ആകുമ്പോൾ t equal to 2 seconds എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്, 2 seconds. അപ്പോൾ മീൻ പൊസിഷൻ എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി, y equal to a sin omega t. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: എ ബോഡി എക്സിക്യൂട്ട്സ് SHM with a time period t. The time taken by the body to travel from mean position to half of the amplitude. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീൻ പൊസിഷനിൽ നിന്ന് ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡിലേക്ക് ട്രാവൽ ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ y equal to a sin omega t ആണ്. ഇതാണ് മീൻ പൊസിഷൻ, ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ ഇതാണ് ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് a/2. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ y is equal to a/2 ആയിട്ട് മാറും. y യുടെ പ്ലേസിൽ a/2 കൊടുക്കുക, is equal to a sin omega t. ക്യാൻസൽ ആകുമ്പോൾ sin omega t 1/2, omega t is equal to sin inverse 1/2 pi/6 omega 2 pi by t into t pi/6 solve ചെയ്യുമ്പോൾ t equal to t/12 എന്ന് കിട്ടും. സോ ടൈം ടേക്കൻ ടു ട്രാവൽ ഫ്രം മീൻ പൊസിഷൻ ടു ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് t/12 ആയിരിക്കും. അപ്പോൾ ഈ ആൻസർ എല്ലാവരും കൊടുത്തിരുന്നാൽ മതി, ടൈം ടേക്കൻ ടു ട്രാവൽ ഫ്രം മീൻ പൊസിഷൻ ടു ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് t/12. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി മോഷൻ വിച്ച് ഈസ് നോട്ട് സിമ്പിൾ ഹാർമോണിക്സ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. SHM അല്ലാത്ത മോഷൻസ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കൊടുത്തത് വെർട്ടിക്കൽ ഓസിലേഷൻസ് ഓഫ് എ സ്പ്രിങ്, മോഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം, മോഷൻ ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദി സൺ, ഓസിലേഷൻസ് ഓഫ് ലിക്വിഡ് കോളം ഇൻ എ യൂട്യൂബ്. ഇവിടെ സിമ്പിൾ ഹാർമോണിക്കിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടായാൽ മതി. അപ്പോൾ ഇവിടെ ഓസിലേഷൻസ് ഓഫ് എ സ്പ്രിങ് ആണ്. സ്പ്രിങ് ജസ്റ്റ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് വിടുമ്പോൾ തിരിച്ച് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സ്പ്രിങ് എന്ന് പറയുന്നത് SHM ആണ്. അതേപോലെ സിമ്പിൾ പെൻഡുലം ജസ്റ്റ് മീൻ പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് വിടുമ്പോൾ തിരിച്ച് റീസ്റ്റോർ ചെയ്ത് തിരിച്ച് അതേ മീൻ പൊസിഷനിലേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കും. സോ മോഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം ഓൾസോ സിമ്പിൾ ഹാർമോണിക്കാണ്. മോഷൻ ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദി സൺ, മോഷൻ ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദി സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സർക്കുലർ മോഷനാണ്. അപ്പോൾ ഇവിടെ ഒരിക്കലും റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നില്ല, ജസ്റ്റ് എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മൂലം ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഫോർത്ത് ഓപ്ഷൻ: ഓസിലേഷൻ ഓഫ് എ ലിക്വിഡ് കോളം ഇൻ യൂട്യൂബ് ആണ്. അപ്പോൾ യൂട്യൂബ് ജസ്റ്റ് ഇങ്ങനെ ലിക്വിഡ് ഫിൽ ചെയ്തിട്ട് ഡിസ്പ്ലേസ് ചെയ്താൽ ഈ സിസ്റ്റം ഇങ്ങനെ റീസ്റ്റോറിംഗ് ഫോഴ്സ് മൂലം ഇങ്ങനെ ഓസിലേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ SHM അല്ലാത്തത് മോഷൻ ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദി സൺ, ജസ്റ്റ് ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ സർക്കുലർ മോഷൻ എന്ന് പറയാൻ പറ്റും. ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നില്ല, ഗ്രാവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് മൂലമാണ് ഇവിടെ മോഷൻ ഉണ്ടാകുന്നത്. സോ നോട്ട് SHM ഈസ് മോഷൻ ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദി സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 4: എ ബോഡി എക്സിക്യൂട്ട് SHM വിത്ത് എ ടൈം പീരീഡ് t. Time taken by the body to travel from half of the amplitude to the extreme position. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മീൻ പൊസിഷനിൽ നിന്ന് ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡിലുള്ള ടൈം നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു.
T/12 എന്നാണ് കിട്ടിയത്. ഇനി we have to find the time taken to travel from half of the amplitude into extreme, that is from A/2 to A. ഇവിടെ എത്ര സമയം കൊണ്ട് എത്തുമെന്നാണ്, A/2 to A വരെ എത്ര സമയം കൊണ്ട് എത്തുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കപ്പോൾ ഇവിടുത്തെ ഇവിടം വരെയുള്ള ടൈം കണ്ടുപിടിക്കാനായിട്ട് മീൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷനുള്ള ടൈം കണ്ടുപിടിക്കണം, ദെൻ ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് വരെയുള്ള ടൈം കണ്ടുപിടിക്കണം. എന്നിട്ട് ഇവിടുന്ന് ഇവിടം വരെയുള്ള ടൈം ഇത് നമ്മൾ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടൈം ടേക്കൻ ടു ട്രാവൽ ഫ്രം A/2 to A നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം മീൻ പൊസിഷൻ ടു ആംപ്ലിറ്റ്യൂഡ് വരെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് T/4 ആണ്. കാര്യം മൊത്തം ടൈം പീരീഡ് T ആണെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആകുന്നത് ഇവിടുന്ന് ഇവിടം വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരണം. അപ്പം 1, 2, 3, 4 ആണ് മൊത്തം ടൈം T ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ വരുന്നത്. അപ്പം T/4 ആയിരിക്കും. 1 ഇവിടെ തിരിച്ചു വരുമ്പോൾ 2, 3, 4 അങ്ങനെയാണ് ഓസിലേഷൻ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ 1/4 എടുക്കും. അതാണ് ഞാൻ T/4 എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് T/12 നേരത്തെ കിട്ടി. സോ ടൈം ടേക്കൻ ട്രാവൽ ഫ്രം A/2 to A, T/4 minus T/12 is equal to T/6 എന്ന് വരും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇത് ഓർത്തിരുന്നാൽ മതി. മീൻ പൊസിഷൻ ടു ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് T/12 ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ടു എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുന്നത് T/6 വരെ. രണ്ട് ടൈമും ഡിഫറൻ്റ് ആയിട്ടേ വരുള്ളൂ. കാരണം SHM എന്ന് പറയുന്നത് സ്പീഡ് കോൺസ്റ്റൻ്റ് അല്ല, സ്പീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ട് പോകുന്നതോറും. ഇവിടെ എത്തുമ്പോൾ സ്പീഡ് കുറയും. സ്പീഡ് ഓരോ പോയിന്റിലും ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെയും എക്സാക്റ്റ് ടൈം ഒരേപോലെ വരാത്തത്. ഇവിടെ T/12 ഇവിടെ T/6. സോ തേർഡ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 5, a particle executing SHM has maximum speed of 0.5 meter per second. The maximum acceleration 1 meter per second. Angular frequency of the oscillation is. ആംഗുലർ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം സ്പീഡും മാക്സിമം ആക്സലറേഷൻ അതിനുണ്ടെങ്കിൽ ടൈം പീരീഡിന്റെ ഫോർമുല 2π × Vmax by Amax എന്നാണ്. Vmax മാക്സിമം വെലോസിറ്റി, Amax മാക്സിമം ആക്സലറേഷൻ. Vmax ഇവിടെ തന്നിട്ടുണ്ട്, മാക്സിമം സ്പീഡ് മാക്സിമം വെലോസിറ്റി 0.5, Amax എന്ന് പറയുന്നത് 1 ആണ്. സോ Vmaxന്റെ പ്ലേസിൽ 0.5ഉം Amaxന്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുത്താൽ ടൈം പീരീഡ് പൈ എന്ന് കിട്ടും. സോ ഒമേഗ ഈക്വൽ ടു 2π/T, 2π/π is equal to 2 radian per second എന്ന് കിട്ടും. അപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോർമുലയാണ് 2π × Vmax ഡിവൈഡഡ് ബൈ Amax എന്നുള്ള ഫോർമുല. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അതേപോലെ തന്നെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള വേറെ രണ്ട് ഫോർമുല കൂടി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഫോർമുല ടൈം പീരീഡ് is equal to 2π × Vmax by Amax. അതേപോലെ ടൈം പീരീഡ് is equal to 2π × root of displacement by acceleration. ഡിസ്പ്ലേസ്മെൻറ്റ് y ആണ്. 2π × root of y by a എന്നുള്ള ഫോർമുലയാണ് ടൈം പീരീഡ് കണ്ടുപിടിക്കാനായിട്ട്. അതേപോലെ തന്നെ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ T is equal to 2π × root of m/k. മാസ് k ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഇത്രയും ഫോർമുല ഉപയോഗിച്ചിട്ട് ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ഇവിടെ തന്നിരിക്കുന്ന Vmax Amax അതനുസരിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6, a mass of 4 kg suspended from a spring of force constant 800 Nm executes simple harmonic motion. Total energy of the oscillator is 4 joule. Maximum acceleration of the mass is. Maximum acceleration ആണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് 4 kg, ഫോഴ്സ് കോൺസ്റ്റന്റ് K 800 തന്നിട്ടുണ്ട്. ടോട്ടൽ എനർജി 4 ജൂൾ ആണ്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ദി ഓസിലേറ്റർ ഈസ് ഈക്വൽ ടു ഹാഫ് KA² എന്നാണ്. എനർജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 is equal to half K 800 × A². എയുടെ വാല്യൂ 0.1 എന്ന് കിട്ടും. കണ്ടുപിടിക്കേണ്ട മാക്സിമം ആക്സലറേഷൻ. ആക്സലറേഷൻ മാക്സിമം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ω²A. ഒമേഗ എന്ന് പറഞ്ഞാൽ √K/m ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ √K/m. ω² എന്ന് പറയുമ്പോൾ എന്ത് വരും? K/m വരും. അതാണ് K/m × A. കെയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. K 800 × A ആംപ്ലിറ്റ്യൂഡ് 0.1 ഡിവൈഡ് ബൈ മാസ് m4 is equal to 20 m/s² എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ടോട്ടൽ എനർജി ഓഫ് ദി ഓസിലേറ്റർ ഹാഫ് KA², മാക്സിമം ആക്സലറേഷൻ ω². ഒമേഗ എന്ന് പറഞ്ഞാൽ √K/m ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ 4 is correct. So next question, in simple harmonic motion, the phase difference between acceleration and velocity of the oscillating bodies. So phase difference between velocity and acceleration. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് y = a sin ω t ആണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാം.
എ ഒമേഗ കോസ് ഒമേഗ ടി. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടി. സോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. വെലോസിറ്റി കോസ് ഒമേഗ ടി, ആക്സിലറേഷൻ മൈനസ് സൈൻ ഒമേഗ ടി ആണ്. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കോസ് ഒമേഗ ടി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ ഒമേഗ ടി ആണ്. അപ്പം ഫേസ് എന്ന് പറയുന്ന ഈ ആർഗ്യുമെന്റ് ആണ്. ഇപ്പൊ 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പൊ കോസ് ഒമേഗ ടിയുടെ കൂടെ π/2 ആഡ് ചെയ്യുമ്പോഴാണ് മൈനസ് സൈൻ ഒമേഗ ടി കിട്ടുന്നത്. അതുകൊണ്ട് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഇസ് 90 ഡിഗ്രി. So what is the phase difference between displacement and velocity? Displacement velocity എന്ന് പറഞ്ഞാൽ velocity cos omega t എന്ന് പറഞ്ഞാൽ sin omega t plus 90 ഡിഗ്രിയാണ്. അപ്പോൾ phase difference between displacement and velocity എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. velocity and acceleration എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. So phase difference between displacement and acceleration എന്ന് പറയുന്നത് 180 ആയിരിക്കും. കാര്യം ഇത് sin omega t, ഇവിടെ മൈനസ് sin omega t ആണ്. അപ്പോൾ മൈനസ് സൈൻ ഒമേഗ ടി കിട്ടണമെങ്കിൽ സൈൻ ഒമേഗ ടിയുടെ കൂടെ 180 ആഡ് ചെയ്യുമ്പോഴാണ് മൈനസ് സൈൻ ഒമേഗ ടി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സോ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി 90, വെലോസിറ്റി ആക്സിലറേഷൻ 90. സോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആക്സിലറേഷൻ 90 plus 90, 180. Okay, so the option 2, second option is correct. Next question. Question 8, a spring of force constant K is cut into 3 equal parts. The force constant of each one would be. For spring, നമ്മൾ n ഈക്വൽ പാർട്സ് ആണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ n പാർട്സ് ആണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് ഈച്ച് പാർട്ട് k ഡാഷ് ഇസ് ഈക്വൽ ടു nk. സോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് ഈച്ച് പാർട്ട് എന്ന് പറയുന്നത് nk. എത്ര പാർട്ടാണോ അതിൻ്റെ കട്ട് ചെയ്തത് അത്രയും ഡബിളായിട്ട് വരും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ് വരുന്നത്. nk എന്ന് വരും. അപ്പോൾ നമുക്ക് സാധാരണ അറിയാം സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത്. സ്പ്രിംഗ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്പ്രിങ്ങിന്റെ ലെങ്ത് കുറയാൻ തുടങ്ങും. ലെങ്ത് കുറയുമ്പോഴത്തേക്ക് ഇലോങ്ങേറ്റിയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് മെഷർ ഓഫ് സോഫ്റ്റ്നെസ് അല്ലെ ഹാർഡ്നെസ് ഓഫ് എ സ്പ്രിംഗ് ആണ്. ഒരു സ്പ്രിങ്ങിന് സ്പ്രിംഗ് കോൺസ്റ്റന്റ് വളരെ കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലോങ്ങേഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും സ്പ്രിങ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് സ്പ്രിങ്ങിൻ്റെ ലെങ്ത് കുറയുക. അപ്പം ലെങ്ത് കുറയുമ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം. ലെങ്ത് കുറയുമ്പോൾ സ്പ്രിങ് ഇലോങ്ങേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇലോങ്ങേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലോങ്ങേഷൻ കുറവായിരിക്കും. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കൂടണം. തിയററ്റിക്കലി സ്പ്രിംഗ് കോൺസ്റ്റന്റ് കൂടണം. അതാണ് സ്പ്രിങ്. അപ്പോൾ ഇവിടെ 3 ഈക്വൽ പാർട്സാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സോ n ഈസ് ഈക്വൽ ടു 3 ആണ് ഇവിടെ. 3 ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഓരോ പാർട്ടിൻ്റെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 3k ആയിട്ട് മാറും. 3k. അപ്പോൾ ആൻസർ സെക്കൻഡ് ഓപ്ഷനാണ്. പിന്നെ ഇങ്ങനെ ഓർത്താലും മതി. സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി സ്പ്രിംഗ് ആയിരിക്കും. സ്പ്രിങ്ങിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കുറയാൻ തുടങ്ങും. സ്പ്രിംഗ് കോൺസ്റ്റന്റ് കുറവെന്ന് പറഞ്ഞാൽ മോർ ഇലോങ്ങേഷൻ ഉണ്ടാവും. സ്പ്രിംഗ് കോൺസ്റ്റന്റ് കൂടുതലെന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ കുറയും. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ സെക്കൻഡ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗേൾ സിംഗ് ഓൺ എ ക്രെഡിൽ ഈസ് സിറ്റിംഗ് പൊസിഷൻ. He stands, what happens to the time period of the ഗേൾ ക്രെഡിൽ? അതാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒരു ഗേളിങ്ങനെ ഇരിക്കുവാണ്, ഊഞ്ഞാലാണ് ഓർത്താൽ മതി. ആള് ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ജസ്റ്റ് എഴുന്നേറ്റിരിക്കുമ്പോഴത്തേക്ക് ടൈം പീരീഡിന് എന്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആളിവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവിടെ ആയിരിക്കും ആദ്യമേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സിമ്പിൾ പെൻഡലത്തിൻ്റെ ടൈം പീരീഡ് 2.√L/g ആണ്. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി പെൻഡലം മെഷേർഡ് ഫ്രം ദി പോയിന്റ് ഓഫ് സസ്പെൻഷൻ ടു ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ബോബ. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ആൾ എഴുന്നേറ്റിരിക്കുവാണ്. എഴുന്നേറ്റിരിക്കുമ്പോൾ ആണെങ്കിൽ എഴുന്നേറ്റിരിക്കുമ്പോഴത്തേക്ക് മിഷൻ ഇരിക്കുമ്പോൾ ഇവിടെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക്. എഴുന്നേറ്റിരിക്കുമ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ മാറും. അപ്പോൾ ഇവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ അവിടെ ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒറിജിനൽ പോയിന്റിൽ നിന്ന് എത്രത്തോളം ചേഞ്ച് സംഭവിച്ചു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ ഡയഗ്രം ജസ്റ്റ് വരച്ചു കഴിഞ്ഞാൽ ഇനിഷ്യലി ഇവിടെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ എങ്കിൽ ഇനിഷ്യലി ഇതായിരുന്നു ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുന്നത്. എഴുന്നേറ്റിരിക്കുമ്പോഴത്തേക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ മാറും. സോ ലെങ്ത് ഓഫ് ദി പെൻഡുലം ഡിക്രീസസ്. ഇനിഷ്യലി ഇത്രയാണ് ലെങ്ത്. അപ്പോൾ എഴുന്നേറ്റിരിക്കുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈ ഒരു പോയിന്റിൽ വരും. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ കുറയാൻ തുടങ്ങും. ലെങ്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ടൈം പീരീഡ് കുറയാൻ തുടങ്ങും. സോ ടൈം പീരീഡ് ഡിക്രീസസ്. ടൈം പീരീഡ് ഡിക്രീസസ് ആണ് കറക്റ്റ് ആൻസർ. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, when the displacement of a particle executing simple harmonic motion is half of its amplitude,
ratio of its kinetic and potential energy is. So half of the amplitude ratio of kinetic and potential energy ആണ് കണ്ടുപിടിക്കേണ്ടത്. Potential energy is equal to half ky square. So half k y എന്ന് പറയുന്നത് half of the amplitude ആണ്. So y യുടെ പ്ലേസിൽ a by 2 എന്ന് കൊടുക്കുക. So a by 2 whole square. Kinetic energy എന്ന് പറഞ്ഞാൽ half k into a square minus y square. Half k into a square minus y എന്ന് പറയുന്നത് a by 2. So y square വരുമ്പോൾ a by 2 whole square എന്ന് വരും. That's equal to half k into ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 3a square by 4 എന്ന് വരും. ഇത് a square by 4 എന്ന് വരും. You have to find the ratio between potential energy and kinetic energy. Half k a by 2 whole square is to half k 3a square by 4. Half a square കട്ടായി പോയാൽ മിച്ചം കിട്ടുന്നത് 1:3 കിട്ടും. അപ്പോൾ ഇക്വേഷൻ കൊടുത്തിരുന്നാൽ മതി. പൊട്ടൻഷ്യൽ എനർജി is equal to half k y square. Kinetic energy is equal to half k into a square minus y square. രണ്ടിൻ്റെയും പ്ലേസിൽ വൈയുടെ പ്ലേസിൽ a by 2 ഇട്ട് കൊടുത്തുകൊണ്ട് റേഷ്യോ എടുത്താൽ മതി. സോ ദ റേഷ്യോ ഈസ് 1:3. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കറൻറ്റിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. ഓക്സിലേറ്ററി മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മെയിൻ പൊസിഷനിൽ നിന്നാണെങ്കിൽ y equal to a sin omega t. എക്സ്ട്രീം പൊസിഷനിൽ നിന്നാണ് ബോഡി ഓക്സിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് y equal to a cos omega t. വെലോസിറ്റി v equal to a omega cos omega t is a velocity time relation. Velocity displacement relation v equal to omega into root of a square minus y square. Acceleration time relation a equal to minus omega square a sin omega t. Acceleration displacement relation acceleration equal to minus omega square y. Force F equal to minus m omega square y. Force displacement relation. Force time relation minus m omega square a sin omega t. Time period of SHM t equal to 2 pi root of y by a. Y is the displacement, a is the acceleration. Also 2 pi root of k by m. That is k is the spring constant. കാരണം 2 pi into അത് ഒമേഗ വരുമ്പോഴാണ് k by m വരുന്നത് കേട്ടോ. 2 pi root of m by k ടൈം പീരീഡ്. 2 pi root of m by k, m മാസ് k spring constant or force constant. So time period 2 pi root of maximum velocity by maximum acceleration. This is the differential equation of SHM. d square y by dt square plus omega square y equal to 0. Potential energy half k y square, k equal to m omega square. So potential energy half m omega square y square, again half m omega square, y square is a square sin square omega t. Kinetic energy half k into a square minus y square, half k m omega square a square minus y square. y എന്ന് പറയുന്നത് a sin omega t കൊടുക്കുമ്പോൾ half m omega square a square cos square omega t. Total energy half k square k m omega square, half m omega square a square. Spring in a time period 2 pi root of m by k. രണ്ട് സ്പ്രിംഗ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് that is k effective. Simply in here 1 by k effective is equal to 1 by k1 plus 1 by k2. Parallel ആകുമ്പോൾ k effective is equal to k1 plus k2. സിമ്പിൾ പെൻഡുലം ടൈം പീരീഡ് ഈസ് 2 pi root of m by k. ഇത്രയും ഫോർമുലാസ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് എല്ലാം സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ